ടേസ്റ്റി ഹവേഴ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് 1/2 ലിറ്റർ പാല് വേണം. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, 500 ml പാല്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര. പിന്നെ വേണ്ടുന്നുള്ളത് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ ആട്ട, അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലില്ലേ, അതിൽ നിന്നും കുറേശ്ശെ പാലെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണിത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ മെഷർമെന്റ്സ് ഒന്നുമില്ല, നമുക്കറിയാമല്ലോ. ഇത് മിക്സായി വരുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കും. ഞാനിവിടെ പശുവും പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സാധാരണ കവർ പാലായാലും എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പാല് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം അല്ലേ, അപ്പോൾ അറിയാമല്ലോ മധുരം നന്നായിട്ട് വേണം, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗോതമ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട, നല്ല ഇത് ക്രീമി ആയിട്ട് വരില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് മുകളിൽ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് വെക്കാം, ഒന്ന് ചൂടൊക്കെ ആറാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക, നല്ല ക്രീമി ആയി വരുന്നത് വരെ. ഒരു 20 സെക്കൻഡാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റും. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു ക്ലീൻ ഫിലിമോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. ഇതിന് 1.5 മുതൽ 2 മണിക്കൂർ വരെ നമുക്കൊന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ശേഷം വെളിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, ഇതൊന്ന് സെറ്റാകാനായിട്ടൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ബദാമിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്, ടൈഗറിൻ്റെ ബദാം മിക്സ്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ ബദാമിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല ഫ്ലേവേഴ്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതേ കണ്ടെയ്നറിൽ തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒന്നും ഫോം ചെയ്യത്തില്ല. ഇനി ഇത് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് നമുക്ക് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഓവർനൈറ്റ് ആണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളമായി ഞാൻ പുറത്ത് വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് സൈഡിലൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ഒന്ന് വെളിയിലെടുത്ത് വെച്ച് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റായിപ്പോയി, എങ്കിലും സാരമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ, നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് ഒട്ടും പറയുകയില്ല. അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ബദാമിൻ്റെയും കേസറിൻ്റെയും ഒരു ക്രഷ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബദാമിൻ്റെ ഫ്ലേവറാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനിയും അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്